ഹായ് മക്കളെ, ഇനി നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ MO ട്രീറ്റ്മെൻറ്റ്, മോളിക്കുലാർ ഓർബിറ്റൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് H2+ അയോൺ ഡിസ്കസ് ചെയ്തു. ഇനി MO തിയറി ഓഫ് H2 മോളിക്യൂളാണ് നമ്മൾ എന്താക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വ്യത്യാസവും ഇല്ല മക്കളെ. H2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു അയോൺ ഒന്നും തന്നെയല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 2 ഇലക്ട്രോണുകളും അതോടൊപ്പം തന്നെ 2 ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസും കാണും അല്ലേ. 2 ഹൈഡ്രജൻ ന്യൂക്ലിയസും അതോടൊപ്പം തന്നെ 2 ഇലക്ട്രോണുകളും ഉണ്ടാവും നമ്മൾ ഈ പറയുന്ന ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്ന സിസ്റ്റത്തിന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ, ഒന്നാമത്തെ ഹൈഡ്രജൻ ന്യൂക്ലിയസ് അടങ്ങിയ ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് Ψa ആയിരിക്കും. രണ്ടാമത്തെ ഹൈഡ്രജൻ ഇലക്ട്രോൺ അടങ്ങിയ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് Ψb ആയിരിക്കും. ഓൾറെഡി നമ്മളിപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോ ക്ലാസ്സസിൽ പഠിച്ചു കഴിഞ്ഞു. അതായത് മോളിക്കുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എഴുതും മോളിക്കുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ഇസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. റെഡി? മോളിക്കുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ഇസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. ഇവിടെ ചെറിയ ഒരു വ്യത്യാസമുള്ളത് ഇതാണ്. അതായത് നമ്മൾ പറയുന്ന C1 C2 എന്ന് പറയുന്ന വെയിറ്റേജ് കോഎഫിഷ്യൻറ്റുകൾ ഒരിക്കലും 0 ആവുകയില്ല. മറ്റേതിൽ അങ്ങനെയല്ല. H2+ അയോൺ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരു വെയിറ്റേജ് കോഎഫിഷ്യൻ്റ് എന്തായി പോകണമായിരുന്നു, 0 ആയി പോകണമായിരുന്നു. ഇവിടെ ഒരിക്കലും തന്നെ നമ്മൾ പറയുന്ന വെയിറ്റേജ് കോഎഫിഷ്യൻറ്റുകൾ 0 ആയി പോവുക ഇല്ല. റെഡി? ഇനി കഴിഞ്ഞ കണക്ക് പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് C1² എന്ന് പറയുന്നത് C2² എന്താണ്, ഈക്വൽ ആണ്. C1² ദാറ്റ് ഇസ് ഈക്വൽ ടു C2². അതായത് നമ്മൾ പറഞ്ഞായിരുന്നു C1 എന്ന് പറഞ്ഞാൽ അത് ± C2 ആണ് അല്ലേ. അതായത് C1 എന്ന് പറഞ്ഞാൽ +C2 ആവാം, അല്ലെങ്കിൽ -C2 ആവാം. അതിൻ്റെ ബേസിസിൽ നമ്മൾ വേവ് ഫംഗ്ഷൻ എഴുതിയിരുന്നു. Ψ+ എന്ന് പറഞ്ഞാൽ Ψa + Ψb ആണ്. Ψ- എന്ന് പറഞ്ഞാൽ Ψa - Ψb ആണ്. Ψ+ എന്ന് പറഞ്ഞാൽ Ψa + Ψb ആണ്. Ψ- എന്ന് പറഞ്ഞാൽ എന്താണ്, Ψa - Ψb ആണ്. ഇതിൽ Ψ+ൻ്റെ എനർജിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് E+, Ψ- എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്ത്, E-. Ψ+ൻ്റെ എനർജിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്ത്, E+, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. Ψ- എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് E-. ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നേരത്തെ ആറും അതോടൊപ്പം എനർജി വാല്യൂവും തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടിയത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ദിസ് ഈസ് E-, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെ സൂചിപ്പിക്കുന്നു. ഇത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെ എന്താക്കുന്നു, സൂചിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുണ്ടായി എല്ലായ്പ്പോഴും ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകൾ താഴെയും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകൾ എന്തായിരിക്കും, മുകളിലും ആയിരിക്കും. ഇതൊക്കെ ഞാൻ ഈ തൊട്ടു മുന്നേ പറഞ്ഞ H2+ അയോണിനെ പോലെ തന്നെ കേട്ടോ. H2+ അയോണിനെ പോലെ തന്നെയാണ് ഇതെല്ലാം തന്നെ നമ്മൾ പറയുന്നത്. അപ്പം മക്കളെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. സാധാരണ ഒരു H2+ അയോണിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നുവോ അതുപോലെ തന്നെയാണ് H2 മോളിക്യൂളിനെയും നമ്മൾ ഡീൽ ചെയ്യുന്നത്. 2 ഇലക്ട്രോൺ ഉള്ള 2 ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് ഉള്ള സിസ്റ്റമാണത്. അതിന് 2 വേവ് ഫംഗ്ഷനുകളാണ് ഉണ്ടാവുക, Ψa-യും Ψb-യും. മോളിക്കുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പറയുന്ന ഓരോ ഇലക്ട്രോണിൻ്റെയും അറ്റോമിക് ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് C1 Ψa + C2 Ψb.
നമ്മൾ പഠിച്ചു C1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ C2 സ്ക്വയറിന് ഈക്വൽ ആണ് എന്നും C1 എന്ന് പറഞ്ഞാൽ ±C2 ആണ് എന്നും. റെഡി? ഇതിൽ Psi പ്ലസ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ Psi-A പ്ലസ് Psi-B ആണ്. അതിൻ്റെ എനർജി E+ ആണ്. Psi- എന്ന് പറഞ്ഞാൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. Psi-A - Psi-B ആണ്. അതിൻ്റെ എനർജി E- ആണ്. അത് നമ്മൾ എനർജിയും ആറും തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഗ്രാഫ് E+നെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ എനർജിയെയും വേവ് ഫംഗ്ഷനെയും സൂചിപ്പിക്കുന്നു. E- എന്ന് പറയുന്നത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെയും അതിൻ്റെ വേവ് ഫംഗ്ഷനെയും എന്താക്കുന്നു? സൂചിപ്പിക്കുന്നു. റെഡി? ഇതിനകത്ത് നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതാണ്. അതായത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനായിരിക്കും ഇലക്ട്രോണുകളെ കാണാനുള്ള സാധ്യത കൂടുതൽ, പക്ഷേ എനർജി കുറവായിരിക്കും. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകൾക്കാണ് എനർജി കൂടുതൽ, പക്ഷേ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. ഇനി നമുക്ക് ആ ഓരോ വേവ് ഫംഗ്ഷനുകൾ എഴുതി നോക്കാം. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1/√2 Psi-A + Psi-B ആണ്. നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ? അതുപോലെ തന്നെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ വേവ് ഫംഗ്ഷൻ Psi- എന്ന് പറഞ്ഞാൽ 1/√2 Psi-A - Psi-B ആണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്ന കാര്യം. Psi എന്ന് പറയുന്ന ഫംഗ്ഷൻ, വേവ് ഫംഗ്ഷൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് യാതൊരു തരത്തിലുമുള്ള ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. Psi എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ സ്ക്വയർ ആകുമ്പോൾ, Psi² ആകുമ്പോഴാണ് അതിന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്. Psi എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അതിന് യാതൊരു തരത്തിലുമുള്ള ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. എന്നാൽ ആ വേവ് ഫംഗ്ഷൻ Psi² ആയി മാറുമ്പോഴാണ് അതിന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്. റെഡി? Psi² means the square of the wave function means it is the maximum probability of finding electron. ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതകൾ, അതാണ് നമുക്ക് ഈ Psi² എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ എന്താക്കുന്നത്? തരുന്നത്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ സ്ക്വയറും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ സ്ക്വയറും നമ്മൾ എന്താക്കിയിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. നോക്കണേ മക്കളെ, ഞാൻ പറഞ്ഞത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ സ്ക്വയറും അതോടൊപ്പം തന്നെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ സ്ക്വയറും നമ്മൾ എന്താക്കിയിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് മക്കൾ നോക്കുക, 1/2 × A+B² അല്ലേ? അപ്പോൾ Psi-A² + Psi-B² + 2 Psi-A Psi-B എന്നെന്താവും? വരും. അതുപോലെ തന്നെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത പരിശോധിക്കുന്ന സമയത്ത് 1/2 × Psi-A² + Psi-A² + Psi-B² - 2 Psi-A Psi-B എന്നെന്താവും? വരും. അല്ലേ? റെഡി? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി ആ ഹാഫ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ എഴുതിക്കൂടെ? 1/2 Psi-A² + 1/2 Psi-B² + Psi-A Psi-B. അതുപോലെ 1/2 Psi-A² + 1/2 Psi-B² - Psi-A Psi-B. 1/2 Psi-A² + 1/2 Psi-B² + Psi-A Psi-B. മറ്റേത് 1/2 Psi-A² + 1/2 Psi-B² - Psi-A Psi-B എന്ന് നമുക്ക് എന്താക്കാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ഈ Psi-A² Psi-B² എന്ന് പറഞ്ഞാൽ ഓരോ ഓർബിറ്റലിനകത്തും ഇൻഡിവിജ്വലായ ഹൈഡ്രജൻ്റെ ഓർബിറ്റലിനകത്ത് ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയാണ് ഈ പറയുന്ന Psi-A² Psi-B² എന്താക്കുന്നത്? സൂചിപ്പിക്കുന്നത്. ഈ Psi-A Psi-B എന്ന് പറയുന്ന ടേം സൂചിപ്പിക്കുന്നത് ഇന്റർ ന്യൂക്ലിയർ റീജിയൺ ഇല്ലേ? ഓർബിറ്റൽ അല്ലാത്ത ഇന്റർ ന്യൂക്ലിയർ റീജിയണുകൾ ഉണ്ടാവൂലേ? ആ ഇന്റർ ന്യൂക്ലിയർ റീജിയണിൽ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയാണ് Psi-A Psi-B എന്താക്കുന്നത്? സൂചിപ്പിക്കുന്നത്.
Psi A സ്ക്വയറും Psi B സ്ക്വയറും ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയാണ് എന്താക്കുന്നത്, സൂചിപ്പിക്കുന്നത്. റെഡി. ഇനി അതിൻ്റെ അറ്റോമിക് ഓർബിറ്റൽ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് AB ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് Psi A എന്ന് പറയുന്ന അറ്റോമിക് ഓർബിറ്റൽ, ഇതാണ് Psi B എന്ന് പറയുന്ന അറ്റോമിക് ഓർബിറ്റൽ. ഇത് Psi പ്ലസ് ആണ്. Psi പ്ലസ് എന്ന് പറയുമ്പോൾ എനർജി കുറവല്ലേ ഉണ്ടാവുക, അല്ലേ? എനർജി കുറവല്ലേ ഉണ്ടാവുക ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്. അതാണ് Psi പ്ലസ് എന്ന് പറഞ്ഞ് എന്താക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് Psi B, ഇതാണ് Psi A. ഇതാണ് Psi A, ഇതാണ് Psi B. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന എനർജി കൂടിയ ഭാഗമാണെന്ത്, Psi മൈനസ് ആയിട്ട് എന്താക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഗ്രാഫിക്കൽ പ്ലോട്ട് വരച്ചാലുള്ള ഒരു രൂപം മാത്രമാണ് കേട്ടോ. അറ്റോമിക് ഓർബിറ്റലും വേവ് ഫംഗ്ഷനും തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണത്. എ ബി എന്ന് പറയുന്ന രണ്ട് ഹൈഡ്രജൻ്റെ ഇലക്ട്രോണുകളുടെ വേവ് ഫംഗ്ഷനാണ് Psi Aയും Psi Bയും. Psi പ്ലസ് എന്ന് പറഞ്ഞാൽ എനർജി കുറഞ്ഞ അതിൻ്റെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. അതുപോലെ തന്നെ ഇവിടെ എയും ബിയുടെയും രണ്ട് വേവ് ഫംഗ്ഷനുകളാണ് Psi Aയും Psi Bയും. അതിൻ്റെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, എനർജി കൂടിയ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണെന്ത്, Psi മൈനസ്. നോക്കൂ മക്കളെ, ഇനി നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള സാധാരണഗതിയിലുള്ള നമ്മുടെ ഡയഗ്രാം, അതായത് നമ്മൾ പറയുന്ന എനർജി ഡയഗ്രാം എന്ന് പറഞ്ഞ് നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിലൊക്കെ പഠിക്കുന്ന കൺസെപ്റ്റിലോട്ടാണ് ഇനി ഞാൻ വരുന്നത്. എനർജി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇത് എ എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ ആണ് Psi A. ഇത് ബി എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ ആണ് Psi B. ഇത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ് Psi പ്ലസ്. ഇത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ് Psi മൈനസ്. ഇത് എ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റലാണ്. ഇത് ബി എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റലാണ്. ഇത് ഇവരുടെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ് Psi പ്ലസ്. മുകളിലുള്ളത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. അതിൻ്റെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്റ്റിലുള്ള എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്താക്കിയത്, തന്ന കാര്യം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലായ്പ്പോഴും നമ്മൾ H2+ അയോണിനെ സോൾവ് ചെയ്ത് തുടർന്ന് H2 മോളിക്യൂളിനെ സോൾവ് ചെയ്ത് അതിൻ്റെ എനർജി ലെവലുകളെ പറ്റി നമ്മൾ എന്താക്കി പഠിച്ചു. അത്രമാത്രമാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്താക്കിയത്, ചെയ്തത് കേട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു.